ഈശോ നൽകുന്ന തിരുവചന ബാധ്യത പ്രത്യേകമായിട്ട് നമ്മളുടെ ഓരോ ജീവിതങ്ങളെ ഓരോ സെക്കൻഡും കടന്നു പോകുന്നത് നമുക്ക് പോലും അറിയില്ല. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ സെക്കൻഡ് ചിലപ്പോൾ ഈ അടുത്ത സെക്കൻഡ് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ചിന്തകളിലോ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാവോ വ്യക്തമായിട്ട്? ഇല്ല, നമുക്കറിയില്ല. കാരണം എന്താ, നമ്മള് ഒരു സാധാരണ എല്ലാ ബലഹീനതകളോടുകൂടി ജീവിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ നമ്മൾക്ക് പലവിധ അപകടങ്ങളെ അതിജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ പറ്റും, സാമ്പത്തികമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ദൈവം ആദ്യം പറഞ്ഞേക്കണം, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദൈവം ഓൾറെഡി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഈശോ പറഞ്ഞതനുസരിച്ച് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് പരിക്കുകളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, പ്രതിസന്ധികളില്ലാതെ ഉണ്ടാകും. അതിനെ അതിജീവിച്ചു കൊണ്ടുള്ള ഒരു ജീവിത അനുഗ്രഹ യോഗ്യതയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ നമുക്ക് പലപ്പോഴും അത് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വിശ്വസ്തയോടെ നിറവേറ്റാൻ പറ്റുന്നില്ല. ഒരു പ്രാർത്ഥന നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവിക നന്മകളുടെ വിചാരങ്ങളോടുകൂടെ നമുക്ക് ജീവിത മേഖലകളെ എല്ലാ സമയവും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ നമുക്ക്. ഉണ്ടോ? കേക്കണ്ടോ? ഒരുപാട് നമുക്ക് ആത്മീയമായ ജീവിതയാത്രയിലും ഭൗതികമായ ജീവിതയാത്രയിലും എല്ലാം അത് കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പൊ ഈ തടസ്സങ്ങൾ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ തടസ്സത്തെ ദൂരീകരിക്കുവാനും അതിജീവിക്കുവാനും ദൈവത്തിന്റെ കൃപ നമ്മളെ സഹായിക്കുന്നതും ശക്തിപ്പെടുത്തും. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അത് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും അതില് ദൈവത്തിനോടുള്ള ആ ഒരു ശക്തിക്ക് വേണ്ടി നിരന്തരം ആവശ്യപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് വരാനിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കറിയില്ലെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാനും അല്ലെങ്കിൽ അതിനെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ പരിക്കേൽപ്പിക്കുന്നത് നമുക്ക് എതിർക്കുവാനും. ഇപ്പൊ നമുക്കറിയാലോ, മഴ പെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മഴയിൽ വെറുതെ അവിടെ ഇറങ്ങിപ്പോവില്ല അല്ലെ. കയ്യിൽ കുട ഉണ്ടാവും അല്ലേ. ഇപ്പൊ വണ്ടിക്കാണെങ്കിൽ റെയിൻ കോട്ട് ഉണ്ടാവും അല്ലേ. നോർമലി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ എത്ര ശ്രദ്ധയുണ്ട് ഇല്ലേ? ചെയ്യില്ലേ? ചെയ്യും. നമ്മളിപ്പോ ഒരു ചെറിയൊരു മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ, വെയിലാണെങ്കിലും നമ്മൾ ഇതെന്താ കാര്യം, എന്തിനാ അങ്ങനെ നമ്മൾ കുട എടുക്കുന്നത്? അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനാ അല്ലേ. നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ, മഴ കൊള്ളുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇതൊക്കെ ഒരു പരിധി വരെ, വലിയ മഴക്കൊന്നും സംഭവിക്കില്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കത് ഒരു ഉപകരണം ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ ചെറിയ രീതിയിൽ പോലും ആശ്രയിച്ചിട്ട് എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ എന്നും ആ ഒരു വിചാരത്തോടുകൂടി ആയിരിക്കുന്നുണ്ടെങ്കിൽ, വിചാരം ആയിരിക്കുന്ന എവിടെയാണ്? ദൈവത്തിന്റെ കൂടാരത്തിലാണ് അല്ലേ. ഈ കൂടാരം വിട്ട് പോകുമ്പോഴാണ് വിചാരവും നമ്മളെ വിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്നും ദൈവത്തിന്റെ വിചാരത്തോടുകൂടി ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? കൂടാരത്തിൽ തന്നെ നിലയുറപ്പിക്കണം. അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം, ക്ലേശങ്ങളുണ്ടാവാം, എങ്കിലും വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ശക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കൂടാരത്തിലിരുന്ന് നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും വേണം. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഗ്രേസി പൗലോസ് വായിക്കാം. ലൈറ്റ് ഇല്ലാത്തോണ്ട് കണ്ണ് കണ്ടൂടാ. ആണോ? അന്ന് ജയന്തി ചേച്ചി വായിക്കേ. വേറെ ആരാ വായിക്കാനുള്ളേ? മോളി ജോർജ് ജയന്തി വായിച്ചോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും
അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാമ്മയുടെ സ്തോത്രഗീതത്തില് പറയുന്നത് ഹൃദയ വിചാരത്തില് നമുക്ക് എന്തുണ്ടായിരിക്കണം? അഹങ്കാരങ്ങളുണ്ടെങ്കിൽ ദൈവം നമ്മളെ ചിതറിക്കും. അപ്പോ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ വിചാരങ്ങളും നമ്മൾ ഹൃദയപൂർവ്വം അറിയണം, അല്ലെ? ഇപ്പോ നമ്മൾ ഇന്നിപ്പോ അഹങ്കാരത്തോടു കൂടെ എന്ന് പറയുന്ന ഈ ഒരു വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അതിന് പ്രതികരണം തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ തരുന്ന സമയം നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ, അല്ലേ? പറ്റുമോ നമുക്ക്? ചിലപ്പോ ഇന്ന് ഞാൻ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ കാര്യങ്ങൾക്ക് മറുപടി ഇന്ന് തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ദൈവം കേൾക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നതിന് അതിനൊരു മറുപടി തരുന്നതിന് മുമ്പ് ദൈവം കാലതാമസം എടുക്കുന്ന എന്തിനാ? സാധിക്കുന്നുണ്ടെങ്കിൽ അനുദപിച്ചവൻ അതിൽ നിന്ന് രക്ഷപ്പെടട്ടെ, ദൈവത്തിന്റെ കൃപയെ സ്വീകരിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഈ സമയദൈർഘ്യം. നമ്മള് സങ്കീർത്തനങ്ങൾ തന്നെ പറയുന്ന ദുഷ്ടതയെ കണ്ട് നീ സംഭ്രമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുഷ്ടതയും വഞ്ചനയും അഹങ്കാരവും ഒക്കെ ഉള്ള ജീവിതങ്ങളെ പ്രവൃത്തികളും അഹന്ത പിടിച്ച സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടും, അല്ലേ? എത്ര നിമിഷമാണ്, എത്ര നിസ്സാരരാണ് മനുഷ്യര്, എത്ര ക്ഷണികമായാണ് ജീവിതം എന്നൊക്കെ ഈ ലോകത്തില് ഇനി അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും കാണിക്കണ്ട, നമ്മുടെ കൺമുമ്പിൽ ഒത്തിരി കണ്ടു കഴിഞ്ഞതാ. പക്ഷെ എന്നിട്ടും മനുഷ്യന് അഹങ്കാരത്തിനൊരു കുറവുമില്ല. മനുഷ്യന് അഹങ്കരിക്കാൻ എത്ര കാലമുണ്ട്? മരണം വരെ നമുക്ക് അഹങ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു കടിഞ്ഞാണിടും കർത്താവ്, അല്ലേ? മരണം വരെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഉപയോഗിക്കുക. അതിൽ അഹങ്കരിക്കുകയോ അനുദപിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഇതിനൊരു കടിഞ്ഞാണിടുന്ന ഒരു സമയമുണ്ട്. കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കാനോ തൊടാൻ പോലും പറ്റില്ല. എന്ത് പറ്റും? പിന്നെ ദൈവം തന്നെ കരുണ കാണിക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഈശോ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് മരണം വരെ നീ വിശ്വസ്തയായിരിക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ നീ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു ആത്മാവിനോട് പറയുന്നൊരു കാര്യമാണ് മരണം വരെ നീ ശ്രദ്ധാലുവായിരിക്കുക. കാരണം എന്താ? മരിച്ചു കഴിയുമ്പോഴാണ് നീ ശ്രദ്ധിച്ചതിൻ്റെയൊക്കെ ഫലം അല്ലെങ്കിൽ കൂലി കിട്ടുന്നത്. മരണം വരെ ഇപ്പൊ എന്ത് വേണം? നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ജീവിതങ്ങളിലും ഒക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞതിനും അതായത് നമ്മൾ ചെയ്തതിനും പ്രവർത്തിച്ചതിനും മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലാഭം എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ നിക്ഷേപം മാത്രം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ചെയ്യാത്തതിനൊന്നിനും ദൈവം കൂലി തരുന്നില്ല, ചെയ്തതിനും കൂലി തരാതിരിക്കുന്നില്ല. അപ്പൊ എല്ലാം, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു അതിന് തക്ക പ്രതിഫലം. അതുകൊണ്ടാണ് ദൈവം ഇത്തിരി ക്ഷമതയോടുകൂടെ, കാര്യക്ഷമതയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ എല്ലാത്തിനും ഉടനെ ഉത്തരം തരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യകുലം തന്നെ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? ഇന്ന് ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ ദുഷ്ടതയ്ക്കും നമുക്കൊരു ഉത്തരം ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ പല സങ്കടങ്ങളും വേദനകളും ഒക്കെ നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ, ദൈവം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ദൈവം എല്ലാം മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഹൃദയ വിചാരത്തോടു കൂടെയാണ് പല സങ്കടങ്ങളും വേദനകളും ചില ജീവിതങ്ങളും അഹങ്കാര മേഖലകളും അസ്വസ്ഥതകളും എല്ലാം നമുക്ക് അതിജീവിക്കാൻ ഏക ഒരു ചിന്ത എന്താണ്? ഈ ഒരു ചിന്തയോടുകൂടെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്, എല്ലാത്തിനും പ്രതിഫലമുണ്ട് എന്നുള്ള, അത് ചെറുതായാലും വലുതായാലും ഒന്നും ഒഴിയാതെ എല്ലാത്തിനും
എല്ലാത്തിനും ദൈവം അതിനുള്ള പ്രതിഫലം തരും, നല്ലതായാലും ചീത്തയായാലും. പരിശുദ്ധ അമ്മ അത് വ്യക്തമായിട്ട് പറയണേ, ഹൃദയവിചാരത്തില് അഹങ്കരിക്കരുത് മക്കളെ എന്നാണ്. അത് ഭയങ്കര അപകടം വരുത്തും എന്നാണ്. നമുക്കിന്ന് യേശു നൽകുന്ന തിരുവചന ഭാഗം, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതായത് നമുക്ക് ഒരുപാട് വലിയ വേദനകളിൽ ആയിരിക്കുമ്പോൾ ഈ വചനഭാഗം, അതായത് യെശയ്യാ 41:13, യെശയ്യാ 41:13 ഒരുപാട് നമ്മളെ എന്താണ്, എത്ര തകർന്നു പോയാലും ഈ ഒരു വചനം വായിച്ചാൽ മതി, നമുക്ക് എല്ലാത്തിനെയും അതിജീവിച്ച് ഉണർന്നെഴുന്നേക്കാൻ, അല്ലേ? വചനഭാഗം എങ്ങനെയാണ്? നിന്നോട് ഈ വചനഭാഗത്തില് 10 തുടങ്ങി ഞാൻ വായിക്കാം. നീ എന്റെ വായിക്ക. നീ എന്റെ ദാസനാണ്. 9 തുടങ്ങി വായിക്കേ. നീ എന്റെ ദാസനാണ്. വായിക്കുന്നുണ്ടാരെങ്കിലും? നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. അപ്പോ നമ്മൾ ചിലപ്പോൾ വലിയ ഏകാന്തതയിലും സങ്കടങ്ങളിലും വേദനകളിലും ഒറ്റപ്പെടലുകളിലും അവഗണനകളിലും ആരുടെയൊക്കെ വാക്കുകൾ കൊണ്ട് മുറിഞ്ഞും ആരുടെയൊക്കെ പ്രവൃത്തി കൊണ്ടോ വേദനിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥകളാണെങ്കിൽ ഈശോ പറയുകയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ട ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കുന്ന ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ എതിർ ജീവിതമായിരിക്കും നമ്മളുടെ അവസ്ഥ. തെരഞ്ഞെടുത്തിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലോ ജോലി സ്ഥലങ്ങളിലോ സമൂഹങ്ങളിലോ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായി അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലായിരിക്കാം ചിലപ്പോൾ ഈ വചനം നമ്മളെ സ്പർശിക്കുന്ന അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും നോക്കാതെ മുന്നോട്ട് കുതിച്ചു പായാനുള്ള ഒരു വലിയൊരു ആയുധമാണ്, അല്ലെങ്കിൽ അനുഗ്രഹ വചനമാണ് ഈ യെശയ്യായുടെ പുസ്തകത്തിൽ 41 അധ്യായങ്ങളിൽ ഓരോ വാക്കുകൾ. അതിൽ ഞാൻ എല്ലാ വാക്കുകളും എടുക്കുന്നില്ല, അതിനോട് ചേർന്ന വാക്കുകൾ പറഞ്ഞെന്നു മാത്രം. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഞാനെന്ന് പറഞ്ഞ ആരാണ്? ദൈവമാണ്. ദൈവം തെരഞ്ഞെടുത്ത പിന്നെ ലോകം സ്വീകരിക്കുമോ 2 കൈ നീട്ടി? ഇല്ല. 2 കൈ നീട്ടി സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, സ്വീകരിച്ച ആൾക്കാരുടെ ഇടയിൽ ഭിന്നിപ്പും കലഹവും അസ്വസ്ഥതയും വേദനകളും മുറിവുറുപ്പും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അല്ലേ? കാരണം എന്താണ്, അവന് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നല് ആർക്ക് കിട്ടുന്നുണ്ട്? സാത്താന് കിട്ടുന്നുണ്ട്. അപ്പൊ അവനത് വെറുതെ ഇരിക്കില്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയി. അവന് നഷ്ടപ്പെട്ടു പോയത് ആരും അനുഭവിക്കാനായിട്ട് അവന് ഇഷ്ടമില്ല. അതുകൊണ്ട് എന്താ, ചില മനുഷ്യർക്ക് അങ്ങനെയുണ്ട്, അല്ലേ? കയ്യിൽ നിന്ന് ചില ഈ കാമുകന്മാർക്കുള്ളൊരു ഭീകരമായ ഒരു ദുഷ്ടതയാണ് കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചെങ്കിൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും തരത്തില് ആക്രമിച്ച് കൊല്ലും. കൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോ പലരുടെ ജീവിതത്തിൽ ചിലവരെ ആസിഡ് ഒഴിച്ച് വികൃത രൂപമാക്കും, ചിലവരെ റേപ്പ് ചെയ്യും, ചിലവരെ വെട്ടിക്കൊന്ന് ജീവൻ പോലും ചിലവര് എന്തോ ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് രക്ഷപ്പെടും. ചിലവർക്ക് രക്ഷപ്പെടാനും പറ്റില്ല. പക്ഷെ ചിലവര് എന്താണ് ചത്ത പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും വായിച്ചതല്ല, ഒരു ഇറയിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഒരു നേഴ്സ് നല്ല ഞാനൊരു സ്ഥലത്തല്ല, ശരിക്കും നടന്ന കാര്യം. നോർത്തില് ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ അവിടെ ഒരു നേഴ്സ്, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു നേഴ്സ്. അപ്പൊ അവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് നേഴ്സിനോട് സ്നേഹമായി. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ നേഴ്സായിരുന്നു. പക്ഷെ ഈ നേഴ്സ് വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഡോക്ടർ എന്താണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ചെയ്തു. അവർക്ക് 2 പേർക്കും
താല്പര്യവുമായി. അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഈ നേഴ്സിന്റെ. വളരെ ദുരിതവും ദാരിദ്ര്യമെങ്കിലും ഈ എന്താണ് ഡോക്ടറിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണിത്. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഈ നഴ്സ്. പക്ഷെ ഡോക്ടറിന് ഒരു കുഴപ്പമുണ്ടായില്ല. മനസ്സുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടെ താല്പര്യത്തോടു കൂടെ ആണ് ആ ഒരു റിക്വസ്റ്റ് ഇട്ട് കൊടുത്തത്. അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോ ആ ഹോസ്പിറ്റലിലെ ഒരു നല്ല ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറായിരുന്നു. പക്ഷേ ഇതിന് അവിടെ വേറൊരു വ്യക്തി ഇത് കണ്ടിട്ട് വലിയ അസൂയയോടെ നോക്കിക്കാണുന്ന, കഴുകന്റെ കണ്ണുകളോടുകൂടെ നോക്കി കാണുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ മാരേജ് നടക്കുന്നതിന്റെ ഒരു ആഴ്ചക്ക് മുമ്പ് ഈ നേഴ്സ് സർവീസ് കഴിഞ്ഞിട്ട്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലിവിങ് റൂമിൽ അവർ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയപ്പോൾ ഈ മനുഷ്യൻ അവിടെ പതിയിരുന്ന് ഈ വ്യക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി റേപ്പ് ചെയ്തെന്ന് മാത്രമല്ല, ഈ വ്യക്തിക്ക് ജീവൻ മരണ പോരാട്ടത്തോടുകൂടെ ജീവിക്കാൻ ഒരു 19 വർഷത്തോളം ബെഡ് റിഡൻ ആയിട്ട് കിടക്കേണ്ട ഒരു മാരകമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഈ നേഴ്സിന്റെ കഴുത്തില് എന്തോ വരിഞ്ഞു മുറുക്കി, കട്ടിയുള്ള വടം പോലത്തെ എന്തോ ഒരു സാധനം ഇട്ട് വരിഞ്ഞു മുറുക്കി. അങ്ങനെ ഈ നഴ്സിന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലും തളർത്തി കളഞ്ഞു. അങ്ങനെ വർഷങ്ങളോളം ഈ ഡോക്ടർ തന്നെ ഈ നഴ്സിനെ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ അവസാനം ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് വിധി എഴുതി. മെഡിക്കൽ സയൻസിനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയെങ്കിലും ഈ ഡോക്ടർ വളരെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചത് കൊണ്ട് ഈ ഡോക്ടർ മരണത്തിന്റെ തൊട്ടടുത്ത സമയം വരെ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷേ രക്ഷയില്ല. അവസാനം ഈ നഴ്സ് തന്നെ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, കാരണം എനിക്ക് ഇനി ഒരു ജീവിതം ഇല്ല, ഇത്രമാത്രം ദുരിതപ്പെട്ട. അങ്ങനെ നമ്മള് എല്ലാ കാര്യങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ദുരന്ത വാർത്തകളും കേൾക്കുന്നില്ല. പക്ഷേ ഇതുപോലെ എത്രയോ കേസുകൾ, എത്രയോ ദുരന്തങ്ങൾ, എത്രയോ ജീവിത നഷ്ടങ്ങള്, നാശങ്ങള് ഇന്നും പല മനുഷ്യരുടെ വീടുകളില്, പല മനുഷ്യരുടെ ജീവിതങ്ങളിൽ, ജോലിയിടങ്ങളില്, ദേശങ്ങളില്, സമൂഹങ്ങളിലൊക്കെ എത്രയോ അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും ഒക്കെ അനുഭവിക്കുന്ന എത്രയോ സങ്കടങ്ങളുണ്ട് അല്ലെ? അപ്പോ ആരും ഇല്ല സഹായിക്കാൻ പറ്റാത്ത വിധം. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം വിറ്റിട്ടാണെങ്കിൽ പോലും നമുക്ക് രോഗചികിത്സയ്ക്ക് പൂർത്തീകരിക്കുവാൻ പറ്റാത്ത വിധം ബാധ്യതകളാണ്. അവസാനം ഈ വ്യക്തിക്ക് തിരിച്ചു വരാൻ പറ്റാത്തതും കൂടെ ആയിക്കഴിഞ്ഞാൽ ബാധ്യതകളാവുന്ന കടങ്ങൾ മാത്രമായിരിക്കാം ബാക്കി വന്നത്. അപ്പോ എത്രമാത്രം ദയനീയാവസ്ഥയിൽ കൂടി ഒരു വ്യക്തി കടന്നു പോകണം. അപ്പോ ഈ ദൈവം തന്റെ കരുണ ഈ ലോകത്തിന്റെ മുമ്പിൽ എത്ര അധികമായിട്ട് നൽകുന്നു എന്നുള്ളതൊന്നും ഇങ്ങനെ ദ്രോഹിക്കുന്ന കഠിന ഹൃദയങ്ങളായ, അല്ലെങ്കിൽ സ്വാർത്ഥതകൾക്ക്, അഹങ്കാരങ്ങൾക്ക്, എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ ആഗ്രഹം മാത്രം നടക്കണം എന്നുള്ള സ്വാർത്ഥ ചിന്തകളോടുകൂടെ, സ്വതന്ത്ര ബുദ്ധിയോട്, അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ നടുവില് നിസ്സഹായരായ, പാവപ്പെട്ട, ആരും സഹായിക്കാനില്ലാത്ത, എത്ര വലിയ സമ്പന്നരുടെ ഇടയിലും അതുപോലെ ദരിദ്രരുടെ ഇടയിലും ഇടനിലക്കാരായ എല്ലാ മനുഷ്യരുടെ ഇടയിലും ഇങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. അപ്പോ ആരിലാണ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സമ്പന്നരായ എലിസബത്ത് രാജ്ഞി, ഡയാന, അവരുടെ മകൻ വളരെ ദുരിതപ്പെട്ട ജീവിത യാത്രയിൽ കൂടി കടന്നുപോയത്. അവര് വ്യക്തിയെ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും വിറ്റഴിച്ചൊരു പുസ്തകമായിരുന്നു. കാരണം സ്വന്തം ജീവിതം അത്രമാത്രം ദുരിതപൂർണമായിരുന്നു. ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ലോകത്ത് എന്താണ് നഷ്ടപ്പെടുന്നത്? അവന്റെ ആത്മാവിന്റെ സമ്പത്ത് തന്നെയാണ് നഷ്ടപ്പെടുന്നത് അല്ലെ? ഈ ലോകത്തില് സ്നേഹം സ്നേഹം ദുരീകരിക്കുക, സ്നേഹം എന്താണ്, സ്നേഹത്തെ മിസ്യൂസ് ചെയ്യുമ്പോ, മിസ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? കിട്ടുന്നില്ല. ദുരുപയോഗം ചെയ്യുമ്പോ, സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുമ്പോ
എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തില് സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ വെറുപ്പ് വരും, ദേഷ്യം വരും, കഠിനമായ ഹൃദയം വരും, സ്വാർത്ഥത വരും, അഹങ്കാരം വരും, നശിപ്പും നാശങ്ങളും, അല്ലെ? ഇങ്ങനെ വരാത്ത തിന്മയുടെ ശക്തിക്ക് വരാൻ പറ്റാത്തതൊന്നുമില്ല. അതുപോലെ ഓഫറാണ് എന്ത്? സ്നേഹം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോ, അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് യഥാർത്ഥ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ വരുന്ന ദുരന്ത ഫലങ്ങള് ഈ ലോകത്തിന് താങ്ങാൻ പറ്റാത്ത വിധം, ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത വിധം മനുഷ്യരെ വേട്ടപ്പട്ടിയെ പോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷെ എന്തൊക്കെയോ ശക്തി നമ്മളെ എവിടെയൊക്കെയോ പിടിച്ച് ഇങ്ങനെ വാരിപ്പുണർന്ന് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ടാണ് പലരും അതിനെ അതിജീവിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുള്ളതും ഇപ്പോഴും ആയിരിക്കുന്നതും. ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആവാൻ പറ്റാത്ത ജീവിതങ്ങളാണ് ഒരുപാട് മനുഷ്യർ ആത്മഹത്യ ചെയ്തത്, ഒരുപാട് മനുഷ്യര് അതുപോലെ ദുരൂഹ സാഹചര്യങ്ങൾ മരണപ്പെട്ടത്. അങ്ങനെ മരണവുമായ ഒരുപാട് പേര് മനുഷ്യരങ്ങനെ അല്ലാതെ ദുഷ്ടജീവിതങ്ങളായി ഇപ്പൊ ഹിറ്റ്ലർ മരിച്ചതിന്റെ മുമ്പ് ആ വ്യക്തിയുടെ ജീവിത ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലറിനെ മാതാപിതാക്കൾ സ്നേഹിച്ചിരുന്നില്ല, അതുപോലെ ഒരു വ്യക്തി എന്ന നിലയിൽ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് അത്രയും കഠിന ഹൃദയങ്ങളായി മാറിയത്. അപ്പോ അത്രമാത്രം കഠിന ഹൃദയം വരാൻ കാരണം അതിന്റെ പുറകില് ഒരു 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 തിന്മയുടെ ശക്തമായ വ്യക്തിയെ ഫോഴ്സ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി ഹിറ്റ്ലറിന് അത്ര ക്രൂര കഠിന ഹൃദയമായി മാറി. പിന്നീട് ആ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നമുക്ക് ലോക ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അനുഭവിച്ചിട്ട ചരിത്രങ്ങളാണ്. അപ്പോ എല്ലാവരും മരിക്കുന്നില്ല, കുറെ പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതം അതിക്രൂരവും കഠിനവും മറ്റുള്ളവർക്ക് ദുരൂഹതയും കഠിനമായ പീഡനത്തിനും ഇരയാവുന്നുണ്ട്. ഒരു സമൂഹം വളരെ ദയനീയ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എല്ലാത്തരം മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈശോ പറയാണ്, ആരാണ് നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ ഈ ഭൂമിയിലേക്ക് വരാനായിട്ട്, നിന്നെ ജനിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തു, അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മള്? 9-ാമത്തെ വചനം ഇങ്ങനെയല്ലേ? അതായത് ഈ ഭൂമിയില് നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ മരിച്ചു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഈ വചനം പറയുന്നത്, അല്ലേ? ആണോ? കേൾക്കാമോ? കേൾക്കാം. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, അല്ലെ ജനിക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. അപ്പോ ജനിക്കുവാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ജീവിക്കുവാനുള്ള അവസരവും തരാനായി അറിയാം, അല്ലെ? മരിക്കാൻ വേണ്ടി ജനിപ്പിക്കുവോ ദൈവം? ഇല്ല, ജീവിക്കാൻ വേണ്ടിയാണ് ജനിപ്പിക്കുന്നത്. അപ്പോ ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഒരിക്കൽ പോലും ദൈവം നമ്മെ മറന്നു കളയുന്നില്ല, ഓർക്കുന്നുണ്ട്, എപ്പോഴും ഓർക്കുന്നുണ്ട്. അതാണ് ഉപേക്ഷിക്കുകയില്ല. ഓർക്കാതെ പോകുന്നവരാണ് ഉപേക്ഷിക്കപ്പെടുന്നത്, അല്ലേ? അല്ലേ? ക്ലിയർ ആണോ നിങ്ങക്ക്? ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആണെങ്കിൽ ഒരു റെസ്പോൺസ് താ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്. അതായത് ഇനി ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, ദൈവം ഒരിക്കലും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഭൂമിയുടെ എവിടെ നിന്നാണ്? അതിർത്തികളിൽ നിന്നാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് ജനിച്ചത്? അത് നമ്മുടെ ജനനത്തിന്റെ അതിർത്തികളാണ്. നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഇപ്പൊ ഞാനിവിടെ ആയിരിക്കുമ്പോ ഞാനൊരു സ്ഥലത്താണ്, ഒരു ഭൂമിയുടെ ഒരു ദിക്കിൽ, ഒരു ദേശത്ത്, ഒരു അതിരിൽ നിന്നാണ് ഞാൻ ജനിച്ചതെങ്കിൽ ദൈവം അവിടെ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ച് ദൈവം എന്നെ വിളിച്ചു തെരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കൂടി എനിക്ക് ജനിക്കുവാൻ ദൈവം അനുവദിച്ചത്. അതുകൊണ്ടാണ് 10-ാമത്തെ വചനം, ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഇത് വെറുതെ ഒന്നും ജനിച്ചതല്ല നീ,
എന്നിൽ കൂടി ദൈവം കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കിയതിന് ശേഷമേ നീ ഇവിടുന്ന് പോകാവൂ. അതുകൊണ്ട് ഈ പ്രതിസന്ധികളുടെ ഇടയിൽ നീ ഭയപ്പാടും ഉത്കണ്ഠയോടും കൂടെ ജീവിക്കരുത്. അതിനാണ് ഈശോ പറയാൻ 10 വചനം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഇത് അടിവരയിട്ട് ഹൃദയത്തില് നമ്മൾ വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ നമ്മൾ എന്തോരം വചനം പഠിച്ചാലും കേട്ടാലും നമ്മൾ മനസ്സിലാക്കിയാലും എന്ത് സംഭവിക്കില്ല? അതിന്റെ ശക്തി വരാൻ അതായത് അതിന്റെ ശക്തി പുറപ്പെടാൻ കാലതാമസം എടുക്കും. കാലതാമസം എടുക്കുന്നതനുസരിച്ച് നമ്മൾ ദുർബലരാകുകയും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയും ഒരുപാട് മനുഷ്യർ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിലുണ്ട്. കാരണം എന്താ? നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഈശോ പറയുന്ന ഓരോ വചനങ്ങളും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ദുരന്തക്കയത്തില് ഇപ്പോഴും ദുരന്തക്കയത്തിന്റെ അടിത്തട്ടി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ഇടയിലും ഈ വചനം ചെന്ന് പതിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ ശബ്ദം അല്ലെങ്കിൽ ഈ വചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇതൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ മാത്രമായി തള്ളിക്കളയുന്നുണ്ട്. അല്ലെങ്കിൽ സ്വീകരിക്കാത്തതുകൊണ്ട് എന്താ തള്ളിക്കളയണേ? ഏതെങ്കിലും ഒന്നതിൽ സംഭവിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഫലം ലഭിക്കും. തള്ളിക്കളഞ്ഞ കേൾക്കുന്നത് അനുസരിച്ച് ഹൃദയം കൊണ്ടത് സ്വീകരിക്കുന്ന അനുസരിച്ച് മാത്രമേ ദൈവം ഫലം പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ഭയപ്പെടേണ്ട. അപ്പൊ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? നമുക്കത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് എന്താ, നീ വിശ്വസിക്കണം എന്നുകൂടിയുണ്ട് ആ വചനത്തിൽ. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നീ അത് വിശ്വസിക്കണം. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. നീ സംഭ്രമിക്കേണ്ട എന്നുള്ളത് എന്താ കാര്യം? ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് നീ ഭയമില്ലാതിരിക്കണം. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഓൾറെഡി നമ്മൾ എന്താണ്? ദുർബലരാണ്, നമുക്ക് ശക്തി നഷ്ടപ്പെട്ടു, നമ്മളുടെ സർവ്വതും ചോർന്നൊലിച്ചു പോയി, വെറും നിർജീവ അവസ്ഥയിൽ, ജീവനില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിനക്ക് തരുന്ന നിന്നെ ശക്തിപ്പെടുത്തുകയും, നിന്നെ എന്താണ് വെറുതെ ശക്തിപ്പെടുത്തി നമ്മളെ അങ്ങനെ ബലപ്പെടുത്തി നിർത്തുകയല്ല. എന്ത് പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത്, അവിടെ സഹായം എത്തിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. എന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിന്റെ വിജയം വരിക്കുന്ന വലത് കൈയുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, മനുഷ്യരുടെ എത്ര ശക്തിയും ബുദ്ധിയും കഴിവുള്ളവരുടെ നടുവിൽ നിന്നും കിട്ടാത്ത ഒരു വലിയൊരു പവറാണ്, ഒരു ദൈവീക ശക്തിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ ഒരു സമൂഹത്തിനോ തരാൻ പറ്റാത്ത ഒരു വലിയൊരു ശക്തിയാണ്, ഒരു മഹാശക്തിയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് എന്താണ് 11ാമത്തെ വാക്യം എങ്ങനെയാണ്? നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. അപ്പൊ നമ്മള് വളരെ നിസ്സഹായ അവസ്ഥയില് നമ്മുടെ ജീവിത ഭാരവും ഭാണ്ഡവും ചുമന്ന് നടക്കുകയാണ്. ഇത് കണ്ട് നമ്മൾക്കെതിരെ നിൽക്കുന്ന ജീവിതങ്ങള്, വ്യക്തികൾ, സമൂഹങ്ങൾ നമ്മളെ പല്ലിറുമുകയും കളിയാക്കുകയും പലവിധ തിന്മയുടെയും പരദൂഷണങ്ങളുടെ ഇടയിൽ, കുറ്റം പറയലുകളുടെ ഇടയിലൊക്കെ നമ്മളെ നിരന്തരം പരിഹസിച്ച് കൊണ്ടൊക്കെ അങ്ങനെ നടക്കും. പക്ഷെ ഇതിനെല്ലാം ഉത്തരം ദൈവം കൊടുക്കും, നമ്മളല്ല കൊടുക്കുന്നത്, ദൈവം കൊടുക്കും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് അത് കണ്ട് ദൈവം ഉത്തരം കൊടുക്കുമ്പോൾ അവർ തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. അപ്പൊ ഏറ്റുമുട്ടുന്ന ആളുകൾ ഉണ്ടെന്ന് ഉറപ്പാണ്, അല്ലെ? ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വെറുതെ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് വരുന്നല്ല. നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുക. ഏറ്റുമുട്ടുമ്പോൾ ഒരാൾക്ക് ശക്തി കുറയുന്നതനുസരിച്ച് രണ്ടുപേര് ശക്തി ഉണ്ടെങ്കിൽ ഒരു മല്ലയുദ്ധം തന്നെ ആയിരിക്കും. പക്ഷെ വിജയിക്കണോ വിജയിക്കണ്ടേ എന്നുള്ളത് ദൈവം തീരുമാനിക്കും. അപ്പൊ ജോബിന്റെ പുസ്തകത്തിൽ അറിയാം, 3 സഹോദരന്മാര് വന്നിട്ട് അവർക്ക് ആർക്കും ഈ ജോബിനെ സഹായിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരാദ്യം ജോബിനെ കണ്ട് സഹതപിച്ച് ഇരുന്നതാണ്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം
ജോബിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അത്രമാത്രം ഉറ്റ സുഹൃത്തായ ആ വ്യക്തികൾ അത്രമാത്രം വേദനിപ്പിച്ചു. അവസാനം ജോബ് തന്നെ പറയും, നിങ്ങൾ എന്നിൽ നിന്നും ഒന്ന് പൊയ്ത്തരാവോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇവരുടെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കുകളും ജോബിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജോബ് ദൈവത്തോടും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത്. അപ്പോ അതില് 12ാമത്തെ വാക്കുകൾ എന്താണ് പറയണത്? നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, പക്ഷെ കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. എന്താ കാര്യം? 13ാമത്തെ വചനം ഇങ്ങനെയാണ്, ആരാണ് നിന്നെ നയിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. അതിനാണ് വചനം പറയുന്നത്, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. 10ലും 13ലും നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തുന്ന ദൈവീക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നതിന്റെ ഓരോ സെക്കൻഡും നമ്മളുടെ ശത്രുക്കളുടെ പതനം കണ്ടുകൊണ്ട് നമ്മൾ ഓരോ വചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഓരോ സെക്കൻഡും പിശാചിന്റെ ശക്തി ദുർബലമാവുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഹൃദയവുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് വചനങ്ങളുണ്ട്. ഈശോയുടെ തിരുഹൃദയം അത്രമാത്രം നമ്മൾക്ക് വേണ്ടി വേദനിച്ച് തുറക്കപ്പെട്ടതാണ്. ആ ഹൃദയത്തിന്റെ ആ സ്നേഹം നമ്മൾ അറിയാൻ വേണ്ടി ഒരു മനുഷ്യന്റെ കുന്തമുനകളിൽ കൂടി തന്നെ മുറിഞ്ഞ് അവസാന രക്തവും വെള്ളവും ഈ ഭൂമിയിൽ ഇറ്റിട്ട് വീഴ്ത്തിയത്. അപ്പൊ ഈശോയുടെ ഹൃദയവും മാതാവിന്റെ ഹൃദയവും ഒക്കെ തുറന്നിരിക്കുന്നതിന്റെ കാര്യം എന്താ? അത്രമാത്രം വിശാലമായ അനുഗ്രഹവും ഒരു വലിയ വഴിയും നമുക്ക് അതിന്റെ സമാധാനവും ആശ്വാസവും ഒക്കെ നമുക്ക് ദൈവം തരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയവും അതുപോലെ ഏറ്റെടുക്കണം, നമ്മുടെ ഹൃദയവും വിശ്വസിക്കണം. എന്തോരം നമ്മൾ കൺവെൻഷനും കൂടിയാലും, എത്ര വചനങ്ങൾ കേട്ടാലും, എത്ര ജീവിതത്തിൽ പ്രാർത്ഥന നടത്തിയാലും, ഈ നമ്മൾ ചെയ്യുന്ന ഓരോ സെക്കൻഡ്, ഇപ്പോൾ പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന ഒരു സമയം പോലും പാഴായി പോകുന്നില്ല. പക്ഷെ നിനക്കിപ്പോ ഇവിടെ വെച്ച് ചെയ്യുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ അത്രമാത്രം ദുർബലരാണ്. നമ്മൾ എത്ര മനസ്സിലാക്കിയാലും നമുക്കതിന്റെ ആ അറിവിന്റെ പൂർണ്ണതയിൽ എത്താൻ പറ്റും. കാരണം അത്രമാത്രം അനുഗ്രഹത്തിന്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജീവനോടുകൂടെ മരണത്തെ അതായത് ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തിന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ ആത്മാവും ശരീരവും ദൈവവുമായിട്ട് ഒന്നായി ലയിക്കുന്ന സമയോ അത് അഗ്നിയിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്നത് പോലെ നമ്മൾ ചാടില്ല. കാരണം എന്താ? കൊള്ളുന്നറിയാം. പക്ഷെ എന്താണ്? ആത്മാവ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് പൊക്കി വിട്ടു കഴിഞ്ഞാല് നമുക്ക് തീയിലാണെങ്കിലും എന്താണ് വെള്ളത്തിലാണെങ്കിലും ഏത് അപകടാവസ്ഥയിലാണെങ്കിലും എടുത്ത് ചാടുന്നതുകൊണ്ട് പേടിയില്ല. കാരണം എന്താ? അവിടെ ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ദൈവമുണ്ട്. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തില് 3 യുവാക്കന്മാര് ധൈര്യപൂർവം ആ തീയിലേക്ക് എടുത്ത് ചാടുന്നത്. അവരെ തീയിലിട്ട് അവരെ കയറ്റിവിടുമ്പോ ആ തീ വളരെ ശക്തമായ ഒരു തീക്കുണ്ടമാകുന്നുണ്ട്. അവരതിന് തീയുടെ ശക്തി കൂട്ടാൻ വേണ്ടി കൂടുതൽ വിറകുകൾ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ നബൂഖദ്നേസർ രാജാവ് കാണുന്നത് അതിന്റെ നടുവില് മറ്റൊരാൾ കൂടി വന്ന് നിൽക്കുന്നതും ആ വ്യക്തികള് അതിൻ്റെ ഉള്ളില് തീയില് ഒരു വലിയൊരു തീക്കുണ്ടത്തിൽ കിടന്ന് എരിഞ്ഞമർന്ന് തീരേണ്ട 3 വ്യക്തികള് അവിടെ ഒരു തരി പോലും തീയുടെ ചൂടും ഒന്നും അനുഭവിക്കാത്ത വിധത്തില് അവർ ദൈവത്തെ സ്തുതിക്കുകയും ഈ തീക്കുണ്ടങ്ങളുടെ ഉള്ളില് ദൈവീക ഇടപെടലുകളുടെ ശക്തി എന്താണെന്ന് നബൂഖദ്നേസർ രാജാവ് കാണുകയും ചെയ്തു. അപ്പോൾ അത്രമാത്രം തീക്ഷ്ണതയായിരുന്നു അവരുടെ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾക്ക്, ഹൃദയങ്ങൾക്ക്, വിശ്വാസം. ഇപ്പൊ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങള് ആ വിഗ്രഹത്തെ ആരാധിക്കില്ല എന്ന് പറയുമ്പോൾ അതുപോലെ, അതായത് നമ്മള് ചില കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ എന്താണെങ്കിലും ഞാൻ ആ കാര്യത്തിലില്ല എന്ന് ഒഴിഞ്ഞു മാറുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ പ്രവൃത്തി ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യില്ല, നോ എന്ന് പറയേണ്ട
കാര്യങ്ങളിൽ നമ്മൾ നോ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈശോയോട് നമ്മൾ ഐക്യപ്പെടുകയും ഈശോയെ ഞാൻ സ്നേഹിക്കുകയും കൂടുതൽ വിശ്വസിക്കുകയും ഈശോയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എന്നും നിലനിർത്തുവാൻ സാധിക്കുന്നത്. അല്ലാതെ എന്താണ്, പിശാച് വലിച്ച് മമ്മട്ടി കൊണ്ട് വെട്ടി അവന്റെ സാമ്രാജ്യത്തിന്റെ കുഴിയിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ലോകം ഇന്ന് നശിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോ എന്ന് പറയാനുള്ള സ്ഥലത്ത് നമ്മൾ നോ എന്ന് പറഞ്ഞില്ലെങ്കിൽ യെസ് എന്ന് പറയാനായിട്ട് പിശാച് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആരുടെ വാക്ക് കേൾക്കണം? ആരാണ് എന്നെ സഹായിക്കേണ്ടത്? ആരാണ് എന്നെ സൃഷ്ടിച്ചത്? ആരാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്? ചിലപ്പോൾ ദൈവം തന്നെ നമ്മളെ ദുർബലരാക്കും. എന്തിനാണ്? ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ നമ്മൾ ദുർബലരായേ മതിയാകൂ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായേ മതിയാവൂ. കാരണം ദൈവത്തിന്റെ സഹായം നമ്മൾ വ്യക്തിപരമായി അറിയണം, അനുഭവിക്കണം. അതിനുവേണ്ടിയൊക്കെയാണ് ചില സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ വെറുതെ അറിയില്ല. നമ്മൾ വെറുതെ അങ്ങനെ അറിഞ്ഞാൽ അതിനൊരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചില സങ്കടങ്ങളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം എന്ന് പറയണത്. വന്നേ മതിയാവും. വന്നില്ലെങ്കിൽ ദൈവിക ഇടപെടലുകൾ മനുഷ്യന്റെ മനസ്സും ഹൃദയവും ഒക്കെ അറിയാൻ പറ്റാത്ത വിധം പിശാചാണത് ചെയ്തത്, അല്ലെങ്കിൽ പിശാച് പറയും ദൈവമാണ് അത് ചെയ്തത്, ദൈവമാണ് നിന്നെ ദ്രോഹിച്ചത്, ദൈവമാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചില സഹനങ്ങൾ അനിവാര്യമാണ്. ദൈവിക ചിന്തയോടെ സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയും സഹായവും ഒക്കെ നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവിക ചിന്തയോട് ഐക്യപ്പെടുത്തുവാമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി